അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, വളരെ യാദൃശ്ചികമായി കാണാനിടയായ ഒരു വാർത്തയാണ്. കുറച്ച് മുമ്പുള്ളതാണെങ്കിലും പള്ളിയിൽ ഖത്തീബായി അടക്കം ജോലി ചെയ്തിരുന്ന ഒരാൾ അതിൽ നിന്ന് മാറി പെണ്ണായി മാറുകയും സീരിയലിൽ അഭിനയിക്കുകയും മോഡലായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ അത്ഭുതമായി തോന്നുന്നു. ശരിക്കും കേരളത്തിൽ നിന്നല്ല, മറ്റ് പല പ്രദേശങ്ങളിലും പുരുഷനായി ജീവിക്കവേ അത് പിന്നീട് പെരുമാറ്റത്തിലും പിന്നെ സ്വമേധയാ തോന്നുകയും ചെയ്ത് ട്രാൻസ്ജെൻഡറാണ് എന്ന് സ്വമേധയാ തോന്നുകയും പിന്നെ അതിലേക്കൊരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും പിന്നെ പെണ്ണായി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ പള്ളിയിൽ ദർസ് പഠനം നടത്തുകയും ഉസ്താദാവാൻ വേണ്ടി ഒരുപാട് കാലങ്ങൾ കിതാബോധി പഠിക്കുകയും പഠിക്കുന്ന കാലയളവിൽ തന്നെ ചില പള്ളികളിൽ ഖുതുബ ഓതുകയും ഇമാമത്ത് നിൽക്കുകയും പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാൾ ദീനി വിദ്യാഭ്യാസം പഠിച്ച, ഖുർആനും ഹദീസും സുന്നത്തുമൊക്കെ പഠിച്ച, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാകുമെന്ന് കരുതപ്പെടുന്ന ഇത്തരം ഒരാൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് സീരിയലിലേക്കും മറ്റുമൊക്കെ നീങ്ങുന്നു. പഠിക്കുന്ന കാലയളവിൽ തന്നെ താൻ ഒരു പെണ്ണാണ്, ട്രാൻസ്ജെൻഡറാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവുകയും മനസ്സിലാവുകയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. മാത്രവുമല്ല, പഠിക്കുന്ന കാലയളവിൽ ഇത് മനസ്സിലാക്കി വീട്ടുകാരോട് പറഞ്ഞപ്പോൾ, നീ ഇപ്പോഴല്ലല്ലോ പറയണത്, ഇപ്പോഴേതായാലും നീ ഇറങ്ങി പഠിക്കാൻ തുടങ്ങിയില്ലേ, ഇനി നീ മാറരുത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നും, എന്നാൽ എനിക്കതിനാവുകയില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിലൊരു മാറ്റം വരണമെന്ന് കരുതി സാരി എടുത്തുടുക്കുക, മറ്റു പല കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ളതായ രൂപത്തിൽ സഞ്ചരിക്കുകയും ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ മോഡലിംഗ് നടത്തുന്നു, ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. അങ്ങനെ മുഖത്താണെങ്കിലും മറ്റുമൊക്കെ മാറ്റങ്ങൾ വരുത്തി ജനങ്ങളുടെ മുന്നിലേക്ക് സീരിയലിലൂടെയും മറ്റ് പല പരിപാടികളിലൂടെയും പെൺവേഷത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പലരും പുരുഷനായി കണ്ട പലരെയും പിന്നീട് പെൺകോലത്തിലാവുകയും ശസ്ത്രക്രിയ നടത്തി പെണ്ണായി മാറി മറ്റൊരുത്തൻ്റെ കൂടെ ഭാര്യയായി ജീവിക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. എങ്കിലും അവർക്കൊന്നും ഒരിക്കലും ഒരു പെണ്ണായി മാറാൻ കഴിയില്ല എന്നുള്ള സത്യവും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഖത്തീബായി എന്നുള്ളതല്ല, ഏതൊരു മനുഷ്യനും പഠനം കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഉള്ളത്, ആ ഉള്ളതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് പഠിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യേണ്ടുന്നിടത്ത് അതിൽ മാറ്റം വരുത്തി എനിക്ക് മറ്റൊരു റൂട്ടിൽ എങ്ങനെ സഞ്ചരിക്കാം എന്ന് കരുതുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തി മറ്റൊരാളോടൊപ്പം ജീവിതം തുടങ്ങിയ പലരും കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലും ജീവിതം അവസാനിപ്പിച്ചതുപോലും നമ്മൾ കണ്ടതാണ്. എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, നാമായി തന്നെ കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുക, മറ്റൊരാളാവാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം.